മലയാള സിനിമാ മേഖലയിലെ ക്രൂരതകളും അശ്ലീല സംഭവങ്ങളും തിരശ്ശീല നീക്കി പുറത്തുവരുമ്പോൾ പരിശോധിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വെളിച്ചം വീശിയ സംഭവ വികാസങ്ങളുടെ നാൾവഴികൾ. 2017 ഫെബ്രുവരി 17 കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത എത്തിയത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടി ആക്രമിക്കപ്പെട്ടു. പ്രതിസ്ഥാനത്ത് കേരളത്തിന്റെ ജനപ്രിയ നായകൻ. നടിയെ പിന്തുണച്ചും വിമർശിച്ചും ആളുകൾ രംഗത്തെത്തി. മലയാള സിനിമയിലെ അന്നേ വരെയുള്ള എല്ലാ ക്രൂരതകളും മ്ലേച്ഛതകളും മറനീക്കി പുറത്തുവരാൻ തുടങ്ങിയതോടെ 2017 ജൂലൈ 1 സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചു. ലൈംഗിക ചൂഷണങ്ങൾ തുറന്നു പറയാൻ മീ ടു എന്ന ലേബലിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്യാമ്പയിനുകളും തുടങ്ങി. ഇതോടെ 2017 നവംബർ 1 മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പിന്തുണ നൽകുന്നതിനും വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപപ്പെട്ടു. WCCയുടെ രൂപീകരണവും ഇടപെടലും മലയാള സിനിമാ മേഖലയിൽ ഭിന്നിപ്പുകൾക്ക് വഴിവെച്ചു. ഒരു കൂട്ടം സ്ത്രീകൾ തനിച്ചു നിന്ന് പോരാടാൻ തുടങ്ങിയതോടെ പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീണു. WCCയുടെ ഭാഗമായ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും അവസരം നഷ്ടമായി. സിനിമാ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായ പ്രതിഭകളും ഇക്കൂട്ടത്തിലുണ്ട്. 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. നിയമസഭയിലടക്കം വാദങ്ങൾ ഉയർന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ അറിയാൻ പൊതുജനവും ആകാംക്ഷ പ്രകടിപ്പിച്ചു. എന്നാൽ 2024 ജൂലൈ 6 റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയത്. എല്ലാ നിയമക്കുരുക്കുകളും തട്ടിമാറ്റി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ മലയാള സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരികയാണ് മലയാളികൾക്ക്. ഗ്ലാമർ ലോകത്തിനുമപ്പുറം സിനിമ പലർക്കും ജീവിതമാണ്. അത് ജോലിയാണ്. ഇവിടെ സ്ത്രീ സുരക്ഷിതയല്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.